ഗുഡ് മോർണിംഗ്. അൽബേനിയയിലെ സെക്കൻഡ് ഡേ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ലൊരു ഡേ ആണെന്ന് തോന്നുന്നു. നല്ലൊരു ക്ലൈമറ്റ്. ഇപ്പോൾ ഏകദേശം 16.5 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ഇതാണ് അൽബേനിയൻ ലെക്ക്. ഇവിടുത്തെ കറൻസിയെ പറയുന്നതാണ് ലെക്ക്. അതിൻ്റെ കോയിൻസ് 2000 നോട്ട്, 200 നോട്ട്, 100 നോട്ട്, അങ്ങനെ പല ഇതുണ്ട്. നമുക്ക് ക്യാഷായിട്ട് കുറച്ച് കയ്യിലെടുത്ത് വെക്കണം. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു റിമോട്ട് ഏരിയയിലേക്കാണ്. അവിടെ ഒരു റിസർവോയർ ആണ്. അപ്പോൾ ഒരു 1 hour ട്രെക്കിംഗ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ പൈസ കരുതണം. ഇതൊരു ഒലീവ് ഫാമാണ്. ബാക്കിൽ കാണുന്നത് ഫുള്ള് ഒലീവ് ട്രീ ആണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ഫാമിൽ ചെന്നപ്പം ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്, പിന്നെ ഓറഞ്ച്. ഇവിടുത്തെ മെയിൻ സാധനമാണ് ഓറഞ്ചും ഗ്രേപ്പ് ഫ്രൂട്ട്. പിന്നെ മാൻഡറിനൊക്കെ ഇലയോട് കൂടി. പുള്ളിയുടെ ഫാമിന്റെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ അക്കടു, അത് കാണിച്ചു തരാം. ചെറിയ പുളിയുണ്ട്, പക്ഷെ നമ്മുടെ ബബ്ലൂസ് നാരങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. ഓറഞ്ചും അടിപൊളിയാ. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനമാണ് ഇത് ലൈം. ഇത് കണ്ടോ, നാരങ്ങ, നല്ല കിഴുക്കാച്ച് നാരങ്ങ. ഇതിന്റെ മധുരം എങ്ങനെ ഉണ്ടോ നോക്കാൻ. ഇല ഉണ്ട്. മധുരമാണോ? ഒരു രക്ഷയില്ല. സൂപ്പർ, ഫ്രഷ്. അപ്പം ട്രിപ്പ് കണ്ടിന്യൂ അല്ലേ? നമ്മൾ ഗംടി മൗണ്ടെയ്ൻസ് കണ്ടു തുടങ്ങി. ഓൺ ദ വേ ആണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൻ്റെയൊക്കെ അവസ്ഥ മാറി തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ റോഡ് പണിക്ക് മുന്നേ മെറ്റൽ വിരിച്ചൊരവസ്ഥയില്ലേ, അങ്ങനത്തെ ഒരു ടെറൈനിലാണ് ഇപ്പം റോഡ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യമേ വിചാരിച്ചു വഴി തെറ്റിയതായിരിക്കുമെന്ന്, പക്ഷേ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കിയിട്ടും ഇത് തന്നെയാണ് വഴി. അപ്പോൾ റിസർവോയറാണ്, ഇവരുടെ ഒരു ഡാമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണിക്കുക. നമ്മൾ ഗംടി മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്ത് ചെറിയൊരു അരുവിയോ പുഴയോ അങ്ങനെ എന്തോ ഉണ്ട്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനും ഇതിലൂടെ സഞ്ചരിക്കാനും. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ നാട്ടിൽ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഇത്. ഇങ്ങനെ വാലിയും ഇതിങ്ങനെ വെള്ളമൊക്കെ, വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. മറ്റേ ലൈം സ്റ്റോൺ ആണെന്ന് തോന്നുന്നു, വെളുത്ത സ്റ്റോൺ ആയതുകൊണ്ട് അതിൽ കൂടെ പോകുന്ന വെള്ളത്തിനും ആ ഒരു കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ. പിന്നെ ഹെർപ്പിൻ ആണ് ഫുള്ള്. എസ് ആകൃതിയിലും വൈയും ഡബ്ല്യൂയും XYZ എല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ കയറി ഏറ്റവും മേളിൽ, അതായത് ഡാമിൻ്റെ ബാക്ക് വശമാണ് ഇപ്പോൾ കാണുന്നത്, അതിൻ്റെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഈ വ്യൂവിനാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടത്. ഭയങ്കര രസമുള്ള വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അതെ, എത്തിയിരിക്കുന്നു ഗംടി മൗണ്ടെയ്ൻസ്. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. താഴെ മറ്റേ സാധനം. ഓ ബ്യൂട്ടി. ആട് പോകുന്ന വഴിക്ക് പോവാ. ആടിന് എന്തോ വഴി അറിയാം, ആ വഴി നമ്മളും പോകും. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സർപ്രൈസ്. ഗംടി മൗണ്ടെയ്ൻസ് ആണ് ഈ കാണുന്നത്, 2 എണ്ണം. അതിൻ്റെ ഇടയിൽ അവർ റിസർവോയർ പണിതിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓയ്യോ, ആ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ വെള്ളത്തിൻ്റെ കളർ കൂടെ ആയപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ. ഇതാണ് പാമ്പൻ പാലം. പാമ്പൻ പാലത്തിൻ്റെ പാതയേ ഉള്ളൂ. 2 തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഇതുണ്ടോ, ഇതാ റിസർവോയർ. അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ബാക്കി ഒഴുകി പോകുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, നടന്നു പോവാം. ഓ ഓ എന്ത് ബ്യൂട്ടിയാന്നറിയോ. ഇത് നമ്മുടെ കാറ് സ്കോഡ. നമ്മളിനി അടുത്തത് ഡ്യൂറസ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് പോവാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ്. അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്.
സോ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ്, അക്കുട് കണ്ടുപിടിച്ച ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് വേണോ? സ്റ്റേക്ക് വേണോ? സ്റ്റേക്ക് ഉണ്ട്, ഇത്രയും മതി. ഓർഡർ. അപ്പം ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നല്ലേ കേട്ടാ? ഇനിയും വരുന്നുണ്ട്. ഇത് ചിക്കൻ സൂപ്പ്, ബീഫ് സൂപ്പ്, മീറ്റ് സൂപ്പ്. ഇതെല്ലാം ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് മാത്രമാണ് നമ്മൾ അല്ലേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ബ്രെഡ്, ഇവിടുത്തെ ട്രഡീഷണൽ ബ്രെഡ്. ഇതെന്തുവായിരുന്നു? ഇത് പെപ്പറോണി, പോർക്കും മുട്ട. പെപ്പറോണി എന്ന് പറഞ്ഞാൽ പോർക്കല്ലേ? അല്ല, പെപ്പറോണി മറ്റേ മുളകിനാ പറയുന്നല്ലേ? പെപ്പർ. അതും ചീസും ഒക്കെ ഉള്ള സാധനം. മറ്റേത് നമ്മുടെ സാധാ സാലഡ്. ഇത് ലാമ്പും ചീസ്, എല്ലാം ചീസല്ലേ? ലാമ്പ്, ചീസ്, എല്ലാം പല ടൈപ്പ് ചീസാണ് അല്ലേ? ആണോ? എങ്ങനെയുണ്ട്? ചിക്കൻ സൂപ്പ് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് എന്താ ഇതിന്റെ പേരെന്തായിരുന്നു? സോയിയോ? സാഫ്? ഞാൻ നിൽക്കുന്ന അമ്മച്ചിയാണ് ഇവിടുത്തെ അമ്മച്ചി. അപ്പൂപ്പനുമാണ് ഇവിടുത്തെ മെയിൻ. അവരുടെ ട്രഡീഷണൽ ഒതന്റിക് ആയിട്ടുള്ള ഫുഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത സാധനം വന്നു. ഓക്കെ. ഇത് ഒബർജീനും പിന്നെ മീറ്റും ഒക്കെ ഉള്ള ഐറ്റംസ് ആണ്. ഇത് ഏത്തപ്പഴം തോന്നുന്നല്ലേ? ഏത്തപ്പഴം ഇത് പൊട്ടറ്റോ ആണ്. കപ്പ നൈസ്. എല്ലാത്തിനും പല പല ഫ്ലേവർ ആയിരിക്കും അല്ലേ? നല്ല ആണോ? മസാലകളൊക്കെ. ഈ കട അക്കുട് കണ്ടുപിടിച്ചാട്ടോ. നൈസ്, ചെറിയൊരു സ്പോട്ടാണ് ഡുറേസ് സിറ്റിയിൽ അല്ലേ? പക്ഷെ അടിപൊളി സാധനമാണ്. ശരിയാ. ഇപ്പൊ എല്ലാം എത്തിയോ? നമ്മൾ പറഞ്ഞെല്ലാം എത്തിയെന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഒന്ന് കഴിക്കാല്ലേ? തുടങ്ങി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്രേ ഉള്ളൂ? എന്തുവായിരുന്നു? ഓക്കെ ഓക്കെ, എന്നാ ശരി, അതുകൂടെ വരട്ടെ. നല്ല വിശപ്പുണ്ട്. അത് മാത്രമല്ല, ഇത് ലാമ്പ്, ഇതുണ്ടോ? ലാമ്പൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. ഇതുണ്ടോ? ഫുൾ ലാമ്പ് പീസാണ്. അതും ഇത് ഈ ചീസും കൂടെ ഇട്ടിട്ട് കഴിച്ചു നോക്കാം. ചീസിൻ്റെ ഉണ്ട്. ആ ലാമ്പ് നല്ല കുക്കായിട്ടുണ്ട് അല്ലേ? ബർത്ത്ഡേ ലഞ്ചൊക്കെ സൂപ്പർ. ഒബർജീൻ ഉണ്ടോ? ഇത് പക്ഷെ നമ്മളുണ്ടാക്കുന്നതൊക്കെ ഇത് ഒബർജീൻ, നമ്മുടെ കത്രിക്ക ഗ്രില്ല് ചെയ്തിട്ട് അങ്ങനെയുള്ള മീറ്റൊക്കെ ഇട്ട് തക്കാളിയും കേട്ടതാണ്. ഇത് നോക്കട്ടെ. ഇത് എന്തായിരുന്നു? പെപ്പറിൻ്റെയും സ്പിനാച്ചും പെപ്പറും. പെപ്പർ എന്ന് പറഞ്ഞാൽ മറ്റേ മുളകല്ലേ? ക്യാപ്സിക്കം പോലത്തെ. അത് ഒലീവ്സും ഒക്കെ. അത് അടിപൊളി. കിട്ടില്ല. അതെ, നല്ല വിശപ്പുണ്ടായിരുന്നു. ആ മല കയറിയിട്ട് എന്തുവായിരുന്നു, ഗാമറ്റ് മൗണ്ടനോ, അത് കയറി തിരിച്ചു വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എത്ര മണിയായി? ഇവിടെ ഇപ്പോൾ 3 മണിയാകാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് കാണാം സൺസെറ്റ് കാണാൻ. എന്താണ് സൺസെറ്റ് ബാറോ? സൺസെറ്റ് ബാറിൽ പോകണം. അതാണ് അടുത്ത പ്ലാൻ. 5 ആണ്. ഓക്കെ, അപ്പം പിന്നെ എന്നാ അടുത്ത സൺസെറ്റ് ബാറിൽ പോയിട്ട് കാണാം. ബൈ. പൊരിഞ്ഞ വെയിലത്ത് എന്നെ വാഴയുടെ ചോട്ടിക്കൊണ്ട് നിർത്തിയേക്കാണ് ഗൈസ് സൺസെറ്റ് കാണാനായിട്ട്. സൺസെറ്റ് ഇത് കണ്ട ഇപ്പം 3:30 4:30. അത് ശരിയാ. വെള്ളത്തിന്റെ കളർ കണ്ട ഡാർക്ക് ബ്ലൂ ഒക്കെയാണ്. സൺസെറ്റ് ആവാൻ വേണ്ടി വെയിറ്റിംഗ്. വെയിറ്റിംഗ്. ഇത് റെസ്റ്റോറന്റിന്റെ പേരെന്ത് കൂട്ടാ? സൺസെറ്റ് എന്തോ ആണ്. കണ്ണാടി വെക്കേ അല്ലെ? കണ്ണടിച്ചു പോകും. നല്ല രസമുണ്ട്. ഇത് കണ്ട നല്ല വൈബ് സ്ഥലമാണ്. ലോഞ്ച് ഉണ്ട്. പിന്നെ അതേ താഴത്ത് അങ്ങനെ സ്ഥലമുണ്ട്. പൂക്കളും ഒക്കെ ആയിട്ട്. നൈറ്റ് ആകുമ്പോൾ ലൈറ്റൊക്കെ വന്ന്. അതെ, സൺസെറ്റ്
ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, നമുക്ക് വിന്റർ വന്നിട്ട് നല്ല ചൂട് തോന്നില്ലേ? ഇവിടുത്തെ അവര് പറയുന്ന ഇത് വിന്റർ ആണെന്ന്, പക്ഷെ നമുക്ക് നല്ല സമ്മറായിട്ട് തോന്നുന്നു. അവര് പറയുന്നത് വിന്റർ ആണല്ലോ, യൂറോപ്പിൽ വിന്റർ ശരിയാ, വിന്റർ ടൈം ആണ്, നവംബർ ഡിസംബർ. പക്ഷെ അവര് പറയുന്ന വിന്റർ ആണ്, സീസൺ ടൈം അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് നല്ല ചൂടും നല്ല വെയിലും. അത് എന്നെ കാണിച്ചു കൊടുക്കും. പൊതച്ചിരുന്ന് ഷേക്ക് കുടിക്കുന്ന ആള്, തണുത്തിട്ടല്ല പൊതച്ചിരിക്കുന്ന. ബാക്കിലേക്ക് നല്ല ഇളം വെയിലടിക്കുന്നുണ്ടല്ലേ? നല്ല സ്പേസ് അല്ലേ, നല്ലൊരു സ്പോട്ടാണ്. പൂക്കളും എനിക്ക് തോന്നിയത് മഴ വരുമ്പോ അവരങ്ങനെ ഇടുവോ അത്? ഇത് ഫുള്ള് അങ്ങോട്ട് ബാമ്പു. അതല്ലെങ്കിൽ ഭയങ്കര സംഭവം, ഭയങ്കര വെയിലായിരിക്കൂലേ, അന്നേരം ജസ്റ്റ് ഒന്ന് വലിച്ചിടും, ഒരു ഷെയ്ഡ് കിട്ടും. അങ്ങനെ സൺസെറ്റ് ദേ എൻഡ് ചെയ്യുവാണ്. ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ അൽബേനിയയിലെ രണ്ടാമത്തെ ദിവസം സൺസെറ്റ് ഉണ്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യുക അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മളങ്ങനെ എൻഡ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? സ്പെഷ്യൽ ബർത്ത്ഡേ ആയിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് വേറൊരു കൺട്രിയിൽ, മറ്റേത് യു കെയിൽ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് യു കെയിലായിരുന്നു, പക്ഷെ ബർത്ത്ഡേ സ്പെഷ്യൽ എന്ന രീതിയിൽ വേറൊരു രാജ്യത്തേക്ക് പോകുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അൽബേനിയ ഭയങ്കര സൂപ്പറാണ്, എല്ലാവരും വരണം ഏത് സമയത്താണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ വന്നേക്കെന്ന് പറഞ്ഞാൽ നവംബറിലാണ്, ഓഫ് സീസൺ ആണ്, വിന്റർ ആണെന്ന് പറയുന്നത്. എന്നാൽ പോലും വന്നില്ലേ, സൺസെറ്റും സൺറൈസും എല്ലാ ക്ലൈമറ്റും ഉണ്ട്, നല്ല ചൂടാണ്, ഏത് സമയത്തും വരാം, അതിന് ഫുൾ ഗ്യാരണ്ടി ഞങ്ങള്. അപ്പോൾ ഡിസംബർ ജനുവരി ഒന്നും എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്, എന്നാലും കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവര് പറഞ്ഞ മാക്സിമം പോയാൽ 19 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പൊന്നുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റും, സൂപ്പർ സ്ഥലം, ഭയങ്കര ഫീലാണ്. അങ്ങോട്ട് നോക്കിയാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര റൊമാൻറ്റിക് ഒരു വൈബാണ്. താങ്ക് യു കൂട്ടാ, ഫുൾ ക്രെഡിറ്റ് അക്കുടുവിനാണ്. അക്കുടുവാണ് ഈ സ്ഥലം എല്ലാം കണ്ടുപിടിച്ചു. താങ്ക് യു. വെൽ സ്പെൻറ്റ് ബർത്ത്ഡേ ആയിരുന്നല്ലേ? നമ്മൾ ടിപ്പിക്കൽ സാധനങ്ങളൊന്നും ചെയ്തില്ല, കേക്ക് കട്ട് ചെയ്തില്ല. മറ്റേ ചെറിയൊരു അത് നമ്മൾ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നല്ലേ. ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്, വേണം ഇവിടെ ആഡ് ചെയ്യാം. ബ്രെഡിനകത്ത് നട്ടെല്ലാം തേച്ച് ടോസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തു. പക്ഷെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നതിനല്ല, ഇങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് ഏറ്റവും സ്പെഷ്യൽ. അത് സംഭവിച്ചു, ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ തണുപ്പ, അത് ഈവനിങ് ആയ എൻ്റെ ഒരു ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ വ്യൂ ഇതാണ് ടിറാനയുടെ മെയിൻ, എൻ്റെ എന്താണ് പറയുന്നത്, ലോഗോയോ? ലോഗോ അല്ല, പിന്നെ ഇതാണ് ഡുറസ് ടൗൺ സിറ്റി. എവിടെ പോയാലും പിന്നെ പൈൻ മരങ്ങളുണ്ട്. ഓ മൈ ഗോഡ്, അതെ, ഒരു രക്ഷയില്ല കേട്ടോ ഇത്. സൂപ്പർ.